കുറച്ച് ഹാങ്ങിങ് പ്ലാന്റിൻ്റെ കളക്ഷൻ കണ്ടാലോ? മാത്രമല്ല അത് സെയിലിന് വേണ്ടിയിട്ടും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അതിൻ്റെ നമ്പർ പറയുകയാണെങ്കിൽ, ഓരോ ചെടിക്ക് ഓരോ നമ്പറുണ്ട്, അത് പറയുകയാണെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വന്നാലോ? ഇതാണ് റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട് ലിപ്സ്റ്റിക് പ്ലാന്റിന് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു 3 വെറൈറ്റി ഉണ്ട്. പക്ഷേ മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് ഈ റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ഇതാണ് രണ്ടാമത്തെ ഹാങ്ങിങ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിനെ താഴെയാണ് വെച്ചിരിക്കുന്നത്. നല്ല ചെറിയ ചെറിയ ഇലകളുള്ള നല്ല ഭംഗിയോടെ വലുതായിട്ട് ഹാങ് ഇതിടാൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. അടുത്ത അതിൻ്റെ കുറച്ചുകൂടെ വലിപ്പമുള്ളതും കളർ വ്യത്യാസമായിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്, ഹാങ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സമയത്ത് ഇതൊക്കെ എന്ന് പറയുന്നത് വലിയ സ്റ്റാർ ആയിരുന്നു, എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരുന്നു. നാലാമത്തെ ഹാങ്ങിങ് പ്ലാന്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയോടെ ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. എന്ന് പറയുന്നത് ടൈഗർ ലിപ്സ്റ്റിക്കാണ്. പേര് പോലെ തന്നെ അതിൻ്റെ ലീഫ് എന്ന് പറയുന്ന ഒരു ടൈഗർ ഷെയ്ഡ് വരുന്നത് കൊണ്ടാണ് കേട്ടോ. അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലവറാണ്. ഇതും നിറയെ പൂക്കൾ പിടിക്കുന്ന ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. അടുത്തെന്ന് പറയുന്നത് ബ്ലാക്ക് പോത്തോസ് എന്നൊക്കെ പറയാറുണ്ട്. ഇതിൻ്റെ കറക്റ്റ് നെയിം എനിക്കറിയത്തില്ല. ഇത് ക്രീപ്പ് ചെയ്തങ്ങ് പോയിരിക്കുകയാണ്. ഹാങ് ചെയ്ത് വിടാൻ പറ്റുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. അടുത്ത് ഇതിൻ്റെയും വെരിഗേറ്റഡ് ആയിട്ടുള്ള പല കളറുകളും ഉണ്ട്. റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ലൈറ്റ് റെഡ് ഉണ്ട്, പല കളറിലും കാണുന്ന ചെടി. അടുത്തത് ക്യാൻഡി ഫേൺ ആണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫേൺ ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. നമുക്ക് തൂക്കിയിടാനും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഫേൺ ആണ്. അതുപോലെ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇത് ക്യാൻഡി അല്ല, വേറൊരു ടൈപ്പ് ഓഫ് ഫേൺ ആണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ തിക്കായിട്ട് പിടിക്കുന്ന, അല്ലെങ്കിൽ വലിയ പോട്ടിലൊക്കെ വയ്ക്കുമ്പോൾ നിറയെ പിടിക്കുന്ന ഒരു ചെടിയാണ്. ഇത് വോൾ ക്രീപ്പർ വെരിഗേറ്റഡ് ആണ് കേട്ടോ. ഇതിൻ്റെ ഗ്രീൻ എല്ലാ വീട്ടിലും കാണും. ഇത് വെരിഗേറ്റഡ് ആണ്. ഇതിനെ പല പേരിലും പറയാറുണ്ട്. അതിൻ്റെ ഗ്രീനാണ് ഈ കാണിക്കുന്നത്. ഇതും നല്ല രസമാണ്. നമ്മുടെ മതിലൊക്കെ പടർത്തി വിടാനും അല്ലെങ്കിൽ ഹാങ് ചെയ്തിടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ചെടിയാണിത്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അടുത്ത നമുക്ക് എന്തായാലും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് ഓർക്കിഡ് എന്ന് പറയുന്നത്. നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന പല രീതിയിലുള്ള ഓർക്കിഡ്സ് ഉണ്ട്. അപ്പോൾ 1-2 വെറൈറ്റി മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അടുത്തതും ഇതും നമുക്ക് ഹാങ് ചെയ്തിടുകയോ അല്ലെങ്കിൽ പടർത്തി വിടുകയോ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ സ്വീറ്റ് പൈനെന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത്. എനിക്കിപ്പോൾ പേരറിയാത്തതെന്ന് വെച്ചാൽ ഞാൻ എടുത്ത് വാങ്ങിയിട്ടുള്ളതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പേരധികം ഓർമ്മയില്ല. ഇതെന്ന് പറയുന്ന ഒരു മെലൺ ടൈപ്പ് ഓഫ് ഹാങ് ചെയ്തിടുന്ന ഒരു പ്ലാന്റ് ആണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് വാട്ടർ മെലനെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തോ പേരാണിതിന്. നല്ല ഭംഗിയാണ് നിറയെ പിടിച്ചിങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട്. അടുത്തതും ഹാങ് ചെയ്തിടാൻ പറ്റിയ ചെറിയ ചെറിയ ഇലകളോടുകൂടിയുള്ള പ്ലാന്റ് ആണ്. ഇതൊക്കെ ഞാൻ സെയിലിന് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ നമ്പർ പറഞ്ഞെന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ വീട്ടിൽ വേണ്ടുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് അല്ലാതെയും സെറ്റ് ചെയ്യാം, ഹാങ് ചെയ്തും ഇടാം. നല്ല ഭംഗിയായിരിക്കും ഹാങ് ചെയ്തിടുമ്പോൾ. നിറച്ച് പിടിച്ച് കിടക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലോ. ഇതെന്ന് പറയുന്നത് മോൺസ്റ്റീറയാണ്. അതിൻ്റെ വലിപ്പമുള്ള വേർഷനും ഉണ്ട്, ഹാങ് ചെയ്തിടാൻ പറ്റിയിട്ടുള്ളതും ഉണ്ട്. ഇതെല്ലാവർക്കും അറിയാം. ഇതിൻ്റെ പല കളറിലും വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. എനിക്ക് പേരൊന്നും അറിയത്തില്ല, ഞാൻ നമ്പർ ഇടുന്നുണ്ട്. അപ്പോൾ ആർക്കൊക്കെ വേണം അവരൊക്കെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ നമ്പറൊക്കെ, ഫോൺ നമ്പറൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇതും അങ്ങനെയൊക്കെയുള്ള വെറൈറ്റിയാണ്. നല്ല രസമുള്ള വെറൈറ്റിയാണ്. നമുക്ക് ഹാങ് ചെയ്തിടാം. ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. സ്പൈഡർ പ്ലാന്റും ഉണ്ട്, അല്ലാതെ നമുക്ക് ഈ സ്പൈഡർ പ്ലാന്റ് പോലെ അല്ലാത്ത വരുന്നതും ഉണ്ട്. ഇത് കൊങ്ങിണിയാണ്. കൊങ്ങിണിയൊന്നും സെയിലിനില്ല. അപ്പോൾ ഇതൊക്കെ സെയിലിനുണ്ട്. നിറച്ചും നല്ല രീതിയിൽ ഭംഗിയായിട്ട് പിടിക്കുന്നതാണ്. അത്ര റേറ്റൊന്നും ഞാൻ ഇടുന്നില്ല, ചെറിയ ചെറിയ റേറ്റിലാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നമ്പർ പറഞ്ഞു വെച്ചിരുന്നാൽ എനിക്ക് അത്രയും പ്ലാന്റ്സ് ഒക്കെ എന്ന് പറയുന്നത് സെറ്റ് ചെയ്ത് വെക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ നമ്പർ ഇടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഹാങ്ങിങ് പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാങ്ങിങ് പ്ലാന്റുകളൊക്കെ സെയിലിന് ഉൾപ്പെടുത്തുന്നുണ്ട്. തുച്ഛമായ വിലകളിലാണ് സെയിലിൽ ഉൾപ്പെടുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് റെഡി ആയാൽ ഞാൻ പറയാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.